ഹലോ മൈ ലിറ്റിൽ ബട്ടർഫ്ലൈസ്, മൈ ഈസി സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. എങ്കിൽ നമുക്കിന്നൊരു മോണ്ടിസറി ആക്ടിവിറ്റി ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താ ഈ ആക്ടിവിറ്റീൻ്റെ പേര് അറിയോ? ആർക്കെങ്കിലും അറിയോ? എന്ന് മിസ് പറഞ്ഞു തരട്ടെ. ഈ ആക്ടിവിറ്റീൻ്റെ പേരാണ് EPLലെ ഡ്രൈ പോറിങ്ങിലെ സ്പൂണിങ്. നമ്മളിത് എന്തിനാ ചെയ്യുന്നേ അറിയോ? നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും, അതുപോലെ നമുക്ക് നല്ല പേഷ്യൻസ് വേണമല്ലേ പഠിക്കാനും എഴുതാനൊക്കെ. പിന്നെന്താ, ഒന്നുകൂടി ഉണ്ട് അല്ലേ, നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ. നമുക്ക് ഐ ഹാൻഡ് കോർഡിനേഷനും കൂടി വേണമല്ലേ എഴുതാൻ, എന്നാലല്ലേ നമുക്ക് നന്നായി എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നന്നായിട്ട് പെൻസിൽ ഗ്രിപ്പൊക്കെ കിട്ടി എഴുതാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മളെ വീട്ടിലേതാ ഇതുപോലെ 2 ബൗൾസ്, അതിൽ കുറച്ച് എന്തെങ്കിലും റൈസ് ആണെങ്കിലും ഇതുപോലുള്ള എന്തെങ്കിലും ബീൻസ് ആണെങ്കിലും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇത് മിസ് കുറച്ച് കടലയാണ് എടുത്തിരിക്കണേ, അതുപോലെ ഒരു ട്രേയും, പിന്നെന്താ വേണ്ടത്, ഒരു സ്പൂണും. ഇത്ര മാത്രം മതി കേട്ടോ ഇതിന്. ഓക്കെ, എങ്കിൽ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ? കണ്ടില്ലേ മിസ് 3 ഫിംഗേഴ്സ് എടുത്തിരിക്കണേ, അതുപോലെ തന്നെ ഈ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഈ സ്പൂണ് പിടിക്കണം കേട്ടോ. ഇങ്ങനെ ഈ 3 ഫിംഗേഴ്സ് വെച്ച് സ്പൂണ് നന്നായിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ലെഫ്റ്റ് ടു റൈറ്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് ഇരിക്കണ ബൗളിലത്തെ എല്ലാ ബീൻസും ഇതുപോലെ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് എല്ലാ ബീൻസും ഇതുപോലെ തന്നെ റൈറ്റിട്ട് ബൗളിലോട്ട് മാറ്റിയിടണം കേട്ടോ. ഇങ്ങനെ തന്നെ മാറ്റിയിടണേ. വെരി സ്ലോലി വേണം ചെയ്യാന്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത് കേട്ടോ. വെരി സ്ലോലി എവ്രിബഡി ഡു സ്ലോലി ആയിട്ട് തന്നെ ചെയ്യണം. പാരൻസിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, ഇത് നമ്മുടെ മക്കളെ ചെയ്യുന്നത് ഒരുപാട് സ്ലോലി ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഒരിക്കലും അവരോട് സംസാരിക്കാനോ ബാക്കി സൗണ്ട് ഉണ്ടാക്കാനോ ഒന്നും പാടില്ല. ഇവര് നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ എന്ന് കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി തന്നെ ചെയ്തോളും. നിങ്ങൾ അതിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഈ 3 ഫിംഗേഴ്സ് വെച്ച് തന്നെ പെൻസിൽ പിടിക്കുന്നത് പോലെ ഈ സ്പൂണ് പിടിച്ച് അവര് സ്ലോലി തന്നെ ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലുള്ള ബൗളിലെ ഓൾമോസ്റ്റ് കടലകളും റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സ്ലോലി തന്നെ പതുക്കെ ഇത് കുട്ടികൾക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ മുഴുവനും കോരി എടുത്തതിന് ശേഷം ഇതാ കണ്ടില്ലേ, കുറച്ച് കടലകളൊക്കെ താഴ്ത്തു പോയിട്ടുണ്ടാവും. കുട്ടികൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് കടലകൾ താഴ്ത്തു പോകും. ആ കടലകളെല്ലാം തന്നെ ഇങ്ങനെ സ്ലോലി ഓരോന്നോരോന്ന് പിക്ക് ചെയ്ത് നെക്സ്റ്റ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം മാത്രം കുട്ടികളെ കൊണ്ട് നെക്സ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് അതുപോലെ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവര് അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസുമായി വരുന്നത് വരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.